ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്തറസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മാത്സിൻ്റെ സ്പീഡ് മോക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 300 ക്വസ്റ്റ്യൻസ്, അതായത് CHS തുടങ്ങുന്നതിന് മുമ്പ് ക്വാണ്ടിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അത്യാവശ്യം പ്രിലിംസിന് സ്പീഡ് കൂട്ടുന്നതും പ്ലസ് ട്രിക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു 1 day 10 ക്വസ്റ്റ്യൻസ് കമ്പൈലേഷൻസ് ആയിട്ടാണ് പോകുന്നത്. സോ ജൂലൈയിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരു 300 റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്പീഡിൽ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സീരീസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 മിനിറ്റിനകം, എസ്പെഷ്യലി പ്രിലിംസിന് ആ ഒരു അപ്രോച്ച് ആണ്, 1 മിനിറ്റിനകം നിങ്ങളെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് എക്യൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്പീഡ് കൂട്ടാനുള്ളതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പീഡ് മോക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്റ്റഡി പ്ലാൻ കാണും. അതിലൊരു 30 മിനിറ്റ് നിങ്ങൾ റീസണിങ്ങിനും മാത്സിനും രണ്ടിനും സമയം കുറച്ച് വെച്ചിട്ട് നമുക്ക് മാക്സിമം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസിന് വേണ്ടി സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 1 month കൊണ്ട് സ്പീഡ് നിങ്ങൾക്ക് നല്ല രീതി ഡ്രമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ സമയം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, സമയം കഴിഞ്ഞേ. അങ്ങനെയെങ്കിലും നോക്കിക്കേ, ഇത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആദ്യം എത്ര ഉണ്ടായിരുന്നു, അത് പിന്നെ 8% 5% കൂട്ടി എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നോക്കിക്കേ, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് പേഴ്സൻറ്റേജ് വൈസിൽ ലെങ്തിന് എന്തൊക്കെ ചേഞ്ച് വന്നു, അതായത് ലെങ്തിനിപ്പം ഇത്ര ശതമാനം ചേഞ്ച് വന്നു എന്ന് പറയുകയാണെങ്കിൽ ആ സെയിം പേഴ്സൻറ്റേജ് ചേഞ്ച് ഏരിയയ്ക്കും ഉണ്ടാവും. ആൻഡ് ബ്രെഡ്ത്തിന് 5% ചേഞ്ച് വന്നു എന്ന് പറയുകയാണെങ്കിൽ ആ സെയിം പേഴ്സൻറ്റേജ് ചേഞ്ച് ഏരിയയ്ക്കും റിഫ്ലക്റ്റ് ആവും. ഓരോന്നിനും ഇത്ര വെച്ച് മാറുക എന്ന് പറയുകയാണ്. ഇനി രണ്ടും കൂടെ 8ഉം 5ഉം വെച്ച് മാറി എന്നല്ല ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത്. അപ്പം 8 + 5 മൊത്തത്തിൽ ഏരിയ 13% ചേഞ്ച് എന്ന് പറയല് സക്സസീവ് ആയിട്ടായിരിക്കും ചേഞ്ച് ആവുന്നത്. അതായത് ലെങ്ത് 8% കൂടി എന്നല്ലേ പറയുന്നത്, കൂടി. ആൻഡ് ബ്രെഡ്ത്തും 5% കൂടി എങ്കിൽ ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല നോക്കിക്കോണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ഏരിയ 2 വേരിയബിൾസിൻ്റെ ഗുണനത്തിൻ്റെ ഫലമാണ്. അതായത് L × B, ഇപ്പം X × Y = Z, ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ 2 കാര്യങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ = തേർഡ് വാല്യൂ, ഇങ്ങനെയുള്ള ഫോർമാറ്റിലുള്ള ഇക്വേഷൻസിൽ, അതായത് ഇസഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എക്സും വൈയും, ഇവിടെ ഏരിയയ്ക്ക് ലെങ്തിനും ബ്രെഡ്ത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇക്വേഷൻസിൽ സക്സസീവ് ചേഞ്ച് നമ്മൾ വരുത്തും. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? ഏരിയയിലുള്ള പേഴ്സൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ലെങ്തിലുള്ള ചേഞ്ച് പ്ലസ് ബ്രെഡ്ത്തിലുള്ള ചേഞ്ച് പ്ലസ് രണ്ടിൻ്റെയും ചേഞ്ചുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 100. അപ്പോൾ ചെയ്യാൻ നേരം 8 + 5 + 8 × 5 40/100 എത്ര വരും? 13.4 ആയിരിക്കും, 4% ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ ഫസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകണേ. നിങ്ങൾ മാക്സിമം ഒരു 30 സെക്കൻഡ്, ചിലതൊന്നും 30 സെക്കൻഡ് കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് 30 സെക്കൻഡായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പതിയെ നിങ്ങളുടെ അക്യുറസിയും എസ്പെഷ്യലി സ്പീഡും അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോവാണ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യം ഓപ്ഷൻ നോക്കണേ, ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം നോക്കണേ. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഇഫ് അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞ് നോക്കിക്കേ. 2 നമ്പേഴ്സിൻ്റെ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം മീൻ പ്രപ്പോർഷൻ ഓഫ് എ ബി, 2 നമ്പേഴ്സിൻ്റെ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നതായിരിക്കും.
അപ്പോൾ ഇത് ആലോചിച്ച് വെച്ചേക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതറിയാമെങ്കിൽ പറഞ്ഞേ, റൂട്ട് മീൻ പ്രപ്പോർഷൻ ഇത് റൂട്ട് 169 റൂട്ട് 169 ഇൻറ്റു റൂട്ട് 144 അല്ലേ, റൂട്ട് എ ബി 169 നമ്മൾ ഈ തേർഡ് പ്രപ്പോർഷൻ്റെ കാര്യം കൂടെ പറഞ്ഞു വെച്ചേക്കാം. അതായത് ഇപ്പം നോക്കി, എയും ബിയും രണ്ട് നമ്പറുണ്ട്. അപ്പോൾ A/B = C/D ആണെങ്കിലും രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ ആണെന്ന് നമ്മൾ പറയും. അപ്പം നോക്കിക്കേ, എ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ്, D = A × B × C/A. B × C/A നോക്കിയേ. അപ്പം B × C/A ഇതിനെ നമ്മൾ കുറച്ച് കാര്യം കൂടെ പറയണം. ഇതിനെ നമ്മൾ തേർഡ് പ്രപ്പോർഷണൽ എന്ന്, അപ്പോൾ D യെ നമ്മൾ പറയുന്ന ഏതായിരുന്നു, തേർഡ് പ്രപ്പോർഷണൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. തേർഡ് പ്രപ്പോർഷണൽ, ഫോർത്ത് പ്രപ്പോർഷണൽ, അതുപോലെ തന്നെ മീൻ പ്രപ്പോർഷൻ. അപ്പം മീൻ പ്രപ്പോർഷണൽ ഇതിനെ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് ടേബിൾ അറിയാം, ഞാൻ പറഞ്ഞു ടേബിൾ അറിയാമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എടുക്കാൻ നേരം 169 13 മറ്റേത് 12. അപ്പോൾ 13 × 12 വാലറ്റത്ത് 6 വരണം. അങ്ങനെയുള്ള ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അത് കുത്തി. ഇവിടെ 126 156 ഉണ്ട്. ആൻസർ കമൻറ്റ് ചെയ്തേ. എന്തായിരിക്കും വരുന്നത്, 156 അല്ലേ. ഇനി ഇതങ്ങ് മായ്ക്കുകയാണ്. അപ്പോൾ റൂട്ട് 169 റൂട്ട് 144 എത്ര വരും, 13 × 12 156. അപ്പോൾ മെയിൻ പ്രപ്പോർഷണൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ 156 ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് ചെയ്യണേ. എളുപ്പമുള്ള ക്വസ്റ്റിന് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കി, ഈ ഫിഫ്ത്ത് ഓപ്ഷൻ ഇതിനകത്തില്ല. രണ്ട് നമ്പേഴ്സിൻ്റെ HCF 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വൺ ഓഫ് ദ ഫോളോവിങ് ക്യാൻ നെവർ ബി ദെയർ LCM എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ HCF നമുക്കറിയാം, HCF 12 ആണെങ്കിൽ ഫാക്ടേഴ്സ് എയും ബിയും എടുക്കും. അപ്പോൾ 12A 12B, ഈ 12നെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫസ്റ്റ് നമ്പരും നമ്മുടെ സെക്കൻഡ് നമ്പരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്തായാലും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അങ്ങനെ ഓപ്ഷനകത്ത് ഏതൊക്കെയാണ്, വിച്ച് ക്യാൻ നെവർ ബി എന്നാണ് പറയുന്നത്. ഓപ്ഷനകത്ത് 4 ഓപ്ഷൻസേ ഉള്ളൂ, 5ാമത് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ തന്നേക്കുന്ന ഓപ്ഷൻസിനകത്ത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ഉണ്ടോ എന്ന് നോക്കണേ. 84 ഇവിടെ വരും, 90 ഇത് വരും. അപ്പം നോക്കിക്കേ, 72 60 19 19 അല്ല 90. നമ്മുടെ റിയൽ ഓപ്ഷൻസ് ഇതാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, നോക്ക്. 72 60 90 84. അപ്പോൾ ഇതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. ആക്ച്വലി ഓപ്ഷൻസ് ഇതാണ്.
അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഒഴികെ ബാക്കിയെല്ലാം ഇത് 12 × 7, ഇത് 12 × 5, ഇത് 12 × 6 അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ 6, 7, 8ൻ്റെ 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ്. ഇതിനകത്ത് 90 മാത്രമേ ഉള്ളൂ 12ൻ്റെ മൾട്ടിപ്പിൾ അല്ലാതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതുമായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സോറി, അത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക്. 19 ഇല്ല, 84, 90, 60, 72. അതിൽ 90 12ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. സോ ബൈ ഡിഫോൾട്ട് അതിന് എന്താവാൻ പറ്റില്ല? HCF അല്ലെങ്കിൽ LCM ആകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം എന്താ? രണ്ട് നമ്പേഴ്സിനെ നമ്മൾ 12 12 ആയിട്ട് എടുത്തു. അപ്പം 12ൻ്റെ അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ രണ്ട് നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് നമ്പർ എപ്പോഴും 12ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അത് പറ്റത്തില്ല. ഓക്കെ, അപ്പം 90 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഓക്കെ, 2 circles touch each other externally at P. AB is a direct common tangent to the circles A and B are points of contact and angle PAB is equal to 40 degree. Then the measure of angle APB. നോക്കി, ഇതൊരു സർക്കിൾ അല്ലേ, ആൻഡ് വേറൊരു സർക്കിളും ഉണ്ട്. അത് എക്സ്റ്റേണലി ടച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. AB is a direct common tangent. നോക്കിയേ, രണ്ട് സർക്കിൾസ് എക്സ്റ്റേണലി ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഓവർലാപ്പ് ചെയ്യുന്നില്ല, എക്സ്റ്റേണലി ടച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ഡയറക്റ്റ് കോമൺ ടാൻജൻ്റ് ആണ് എന്ത്? AB എന്ന് പറഞ്ഞിട്ടുണ്ട്. AB ഡയറക്റ്റ് കോമൺ ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞ് രണ്ടിനും കോമൺ ആയിട്ടുള്ള ടാൻജൻറ്റ് AB. ആൻഡ് P ഈസ് എൻ എ പോയിന്റ്. അവർ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ പോയിന്റിനെ P എന്ന് വിളിച്ചു. ആൻഡ് ഈ ആംഗിൾ PAB എത്ര ആണെന്ന് തന്നിട്ടുണ്ട്. PAB എത്ര? PAB 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ABP എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആലോചിച്ചോണം, എപ്പോഴും ഇങ്ങനെ ഒരു കോൺഫിഗറേഷനിൽ ഇതെപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ബേസിക് ക്ലാസ്സസ് പോകുന്നേരം നമ്മൾ സ്പീഡ് മോക്ക് ആയതുകൊണ്ട് ഇതിനെ ഫർദർ എലാബറേറ്റ് ചെയ്യുന്നില്ല. ഇത് ആലോചിച്ച് വെച്ചോണ്ട് രണ്ട് സർക്കിൾ എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നു. അപ്പോൾ കോമൺ പോയിന്റ് ഓഫ് കോൺടാക്ട് ചെയ്യുന്ന ആ ടാൻജൻഷ്യൽ പോയിന്റ്സിലോട്ട് കണക്ട് ചെയ്യുന്ന ലൈൻസ് 90 ഡിഗ്രിയിലായിരിക്കും മേക്ക് ചെയ്യുന്നത്. ആൻഡ് ഇത് 40 ആണ്. 90, 40 റിമൈനിങ് എത്ര വരും? മൂന്നാമത്തെ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 90 - 40. അതായത് 90 - 40 എത്ര വരും? 50 ഡിഗ്രി ആയിരിക്കണം വരണത്. അപ്പോൾ ഓപ്ഷൻ C വിൽ ബി, അല്ലെങ്കിൽ ഓപ്ഷൻ 3 വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, ടൈം കഴിഞ്ഞ് നോക്കിക്കേ. അപ്പോൾ ആദ്യം കോസ്റ്റ് പ്രൈസുകളുടെ റേഷ്യോ, ഇത് കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ, ഇത് സെല്ലിങ്ങിൻ്റെ ടൈമിലുള്ളത്. ഓക്കെ, ഇത് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എത്ര? ഞാൻ ആക്ച്വലി 28 ഗ്രാമേ എൻ്റെ കച്ചവടത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കുകയുള്ളൂ. ആൻഡ് 36 ഗ്രാം ഞാൻ 36 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 28 ഗ്രാമേ കൊടുത്തുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് മുടങ്ങുന്നതല്ലേ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അത് എത്ര ഗ്രാമാണ്? 28. മറ്റേത് 36 ഗ്രാം. 36 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു വന്നു, 28 കൊടുത്തു. ഇതിൻ്റെ റേഷ്യോ എത്ര? 7:9 ആയിരിക്കും. ആൻഡ് കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എത്ര? 12.5% ഫ്രാക്ഷണൽ വാല്യൂ 1/8 ആണ്. അതായത് 8 ആണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 എന്തായിരിക്കും? എൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, ഇത് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഇത് 9 ആയിരിക്കും. ആൻഡ് ഇത് 8 ആയിരിക്കും. ഓക്കെ, 8ഉം
9 ഓ ലോസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് മൈനസ് ആണ്. അതായത് കോസ്റ്റ് പ്രൈസ് 1/8ൻ്റെ അർത്ഥം എന്താ? 1/8 അല്ലെങ്കിൽ 12% ലോസിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ 1/8 ലോസിലാണ് വെക്കുന്നത്. അതിന് അടിസ്ഥാനം 8 ആണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 യൂണിറ്റ് എനിക്ക് നഷ്ടത്തിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 8ൽ നിന്ന് 1 പോയാൽ 7-നായിരിക്കും ഞാൻ വിൽക്കുന്നത്. 8 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 7 രൂപയ്ക്ക് ഞാൻ വിൽക്കും. അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 യൂണിറ്റിന് ഇത്രയും രൂപ, അങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പം 8 × 7, അല്ലെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എടുക്കാൻ നേരം ഇതും കട്ടായി പോകും. റേഷ്യോ ഫൈനൽ എത്ര വരും? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഇസ്റ്റ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ 8:9 ആവും. അപ്പോൾ എത്ര യൂണിറ്റ് ലാഭം കിട്ടി? 1 യൂണിറ്റ് ലാഭം കിട്ടി ഔട്ട് ഓഫ് 8 യൂണിറ്റ്. അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് അല്ലേ ഇത്. ഓരോന്നിൻ്റെ വിലയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇനിയും അത് എത്ര ക്വാണ്ടിറ്റി എടുത്തെന്നുള്ളതിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കോളം വൈസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം നമുക്ക് കിട്ടുന്ന റേഷ്യോ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഈസ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. അപ്പം മൊത്തത്തിൽ 8 ഉണ്ടെങ്കിൽ അതിൽ എത്ര യൂണിറ്റ് ലാഭം കിട്ടി? 1 യൂണിറ്റ് ലാഭം കിട്ടി. പെർസെൻറ്റേജ് കാണാൻ × 100 ഇത് ചെയ്യാൻ നിൽക്കല്. കാരണം 1/8 12% ഫ്രാക്ഷണൽ വാല്യൂ എന്നുള്ള കൺവേർഷൻസ് പഠിച്ചു വെക്കാൻ നേരം നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 12% ഗെയിൻ ആയിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. സോറി, അതൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. 2 സർക്കിൾസ് ഉണ്ട്. അവരുടെ എന്തിൻ്റെ വ്യത്യാസം? സർക്കംഫറൻസിൻ്റെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം സർക്കംഫറൻസിൻ്റെ ഫോർമുല എന്താ? 2πr അല്ലേ സർക്കംഫറൻസ്. അപ്പോൾ സർക്കംഫറൻസിൻ്റെ ഫോർമുല 2πr ആണ്. അതായത് ചുറ്റളവിൻ്റെ, ഒരു സർക്കിളിൻ്റെ ചുറ്റളവിൻ്റെ ഫോർമുല 2πr ആണ്. ആൻഡ് ആദ്യത്തെ ഇതിൻ്റെ റേഡിയസ് ഞാൻ r1 എടുത്തു. ആദ്യത്തെ സർക്കിളിൻ്റെത് അത് എത്രയാണ് തന്നിട്ടുണ്ട്? 198 തന്നിട്ടുണ്ട്. അതായത് 2 × 22/7 × r1 = പൈനെ 22/7 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 22/7 പൈന് ഇട്ട് കൊടുക്കണം. = 198 സെൻറ്റിമീറ്റർ. 22 ഇത് ഡയറക്റ്റ് 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11 × 18 അല്ലെങ്കിൽ 22 × 9. അപ്പോൾ r1 എന്ന് പറയുന്നത് 63/2 സെൻറ്റിമീറ്റർ കിട്ടും. ഈ സെയിം രീതിയിൽ r2 കണ്ടുപിടിച്ചേ. 2πr2 എന്ന് പറയുന്നത് 352 സെൻറ്റിമീറ്റർ. ഓക്കെ, രണ്ടാമത്തെ സർക്കിളിൻ്റെ ചുറ്റളവ്. അതായത് 2 × 22/7 r2 എന്ന് പറയുന്നത് 352. അപ്പം 16 വരും. 6 × 2 അല്ലേ? ഓക്കെ, 8 വരും. അപ്പം r2 എന്ന് പറയുന്നത് 56 സെൻറ്റിമീറ്റർ വരും. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കിയേ. r1 - r2 എന്ന് പറയുന്നത് എത്ര വരും? r2 - r1 ആണ്. രണ്ടാമത്തിൻ്റെ റേഡിയസ് അല്ലേ വലുത്. 63/2 - 56. 56 - 63/2. 62ൻ്റെ പാതി 31. അപ്പം 31. 56ൽ നിന്ന് 31.5 പോകണം. എത്ര വരും? 24 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും റേഡിയകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ചെയ്യണേ പെട്ടെന്ന് ചെയ്യണേ. ഓക്കെ, നിങ്ങളുടെ ടൈം കഴിഞ്ഞ് നോക്കിക്കേ. ഇതിനൊരിതുണ്ട്. അതായത്
എ റേസ്റ്റ് രണ്ട് നമ്പറുണ്ട്, എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് നമ്പറുണ്ട്. അപ്പം എ റേസ്റ്റ് എൻ മൈനസ് ബി റേസ്റ്റ് എൻ എന്ന് പറയുന്നത് ഇഫ് എൻ ഓടാണെങ്കിൽ എന്താ, ഈ പവേഴ്സ് ഓടാണെങ്കിൽ എ റേസ്റ്റ് എൻ മൈനസ് ബി റേസ്റ്റ് എൻ വിൽ ഓൾവേസ് ബി ഡിവിസിബിൾ ബൈ എ മൈനസ് ബി. ഇതൊന്ന്. ഇൻ കേസ് ഇപ്പോൾ ഇത് എ റേസ്റ്റ് എൻ പ്ലസ് ബി റേസ്റ്റ് എൻ ആണെങ്കിലോ അവിടെയും കേസ് ഓട് തന്നെ. അതായത് എൻ ഓടാണെങ്കിൽ എന്തിനാ എ പ്ലസ് ബി കൊണ്ട് ഓൾവേസ് ഡിവിസിബിൾ ആയിരിക്കും, ഓൾവേസ് ഡിവിസിബിൾ ബൈ. ഇത് ആലോചിച്ച് വെച്ചോണേ. നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്നത്, അതായത് എയും ബിയും രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അവരുടെ പവേഴ്സുകളുടെ ഡിഫറൻസ്, അതായത് എ റേസ്റ്റ് എൻ മൈനസ് ബി റേസ്റ്റ് എൻ ഉണ്ടെങ്കിൽ എ റേസ്റ്റ് എൻ പ്ലസ് ബി റേസ്റ്റ് എൻ ഉണ്ടെങ്കിലും ആദ്യം പവർ നോക്കുക. ഓടാണോ? ഓടാണെങ്കിൽ എ മൈനസ് ബി, എ റേസ്റ്റ് എൻ മൈനസ് ബി റേസ്റ്റ് എന്നിനെ എ മൈനസ് ബി കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. സിമിലർ കേസ് ആയിരിക്കും എ റേസ്റ്റ് എൻ പ്ലസ് ബി റേസ്റ്റ് എന്നിനെ എ പ്ലസ് ബി കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏതാ വന്നേക്കുന്നത്? 49 മൈനസ് 1/15 എന്ന് നമുക്ക് എഴുതിക്കൂടെ? 1/15. ഇനി 49 മൈനസ്, അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ പവർ ഓടാണോ ഈവൻ ആണോ? ഓടാണല്ലേ. അപ്പം ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 49 മൈനസ് 1, അതായത് 48 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ആൻഡ് ഓപ്ഷനിൽ 48 കൊണ്ട് ചെയ്യാൻ പറ്റും. 48 എന്നൊരു ആൻസർ കാണത്തില്ല, പക്ഷേ 48നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ ഓപ്ഷനിൽ? ഉണ്ട്, 8 ഉണ്ടല്ലോ. കാരണം 48 എന്ന് പറയുന്നത് 6 ഗുണം 8 ആണ്. അപ്പം 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും 48നെ. 48ഓ അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? തേർഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിയേ, ഫിഗർ ഇങ്ങനെ ഒരു സർക്കിള്, അതിൻ്റെ സെൻറ്ററോ ഈ ഒ എയും ഒ ബിയും എന്തായിരിക്കും? സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ഒ എ ഒ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. അത് ഈക്വൽ ആയിരിക്കും. ഒരു സർക്കിൾ ഒരു റേഡിയസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതും 10 ഇതും 10. ഇനി ഒ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഈക്വൽ സൈഡ്സ് തേർഡ് സൈഡിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഇത് 60, ഇത് രണ്ടെണ്ണം സെയിം ആവണം. അപ്പോൾ മൊത്തത്തിൽ ഇത് എത്ര വരണം? 180 മൈനസ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര വരും? 60 വെച്ച് വരണം. 60 ഡിഗ്രി 60 ഡിഗ്രി. അപ്പം നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് അതിനെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. അതിൻ്റെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് എത്ര ആയിരിക്കണം? ഇവിടെ ഓൾറെഡി 60 തന്നിട്ടുണ്ട്. അപ്പോൾ റിമൈനിങ് രണ്ടിൻ്റെ സമ്മ് എത്ര വരണം? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സമ്മ് 180 വരണം. അപ്പോൾ 60 പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എത്ര വരണം? 180 വരണം. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 120 വരണം. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ. രണ്ട് ഈക്വൽ നമ്പേഴ്സിൻ്റെ സമ്മ് 120 വരണമെങ്കിൽ ഓരോ ആംഗിളും എത്ര വെച്ച് വരണം? 60 വെച്ച് വരണം. അതായത് നോക്കി, നമുക്ക് മനസ്സിലായി നമുക്ക് ഈ കിട്ടിയേക്കുന്ന ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വരുന്ന ട്രയാങ്കിളിനെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. പ്ലസ് അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 10 10 10 എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയും എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു സൈഡും കൂടെ വരുന്ന ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഹെൻസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തു ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്തായിരിക്കും? എ ബി എന്ന് പറയുന്നത് ഒരു കോഡല്ലേ, സർക്കിളിൻ്റെ ഒരു കോഡാണ് എ ബി. അതിൻ്റെ ലെങ്ത് എത്ര തന്നെ വരും? 10 സെൻറ്റിമീറ്റർ തന്നെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ഓക്കെ, സമയം കഴിഞ്ഞു. അപ്പോൾ നോക്കിയേ,
പിൻ്റെയും ക്യൂവിൻ്റെയും പി 15 ദിവസം കൊണ്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും, ക്യൂ 10 ദിവസം കൊണ്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 15ൻ്റെയും 10ൻ്റെയും LCM എത്ര? 30. എൻ്റെ ടോട്ടൽ വർക്കായിട്ട് ഞാൻ എടുത്തു 30 യൂണിറ്റ്. സോ എൻ്റെ എഫിഷ്യൻസി എന്ത് വരും? ഞാൻ പറഞ്ഞു വർക്ക് ഈസ് ഇക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി എന്നുള്ള ബേസിക് ഇക്വേഷനിൽ നിന്ന് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇത് ബേസിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വർക്ക് ബൈ 30/15 2, 30/10 3, 2:3 ആയിരിക്കും ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. അതായത് പിക്ക് ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യൂവിന് ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തു, 2 ദിവസം വരെ ഇവരിങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആര് പോയി? ക്യൂ പോയി എന്നാണ് പറയുന്നത്. അപ്പം ഒരു ദിവസം രണ്ടുപേരും കൂടെ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 2 + 3 5 യൂണിറ്റ് വർക്ക് ഒരു ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. ഒരു ദിവസം കൊണ്ട് 5 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 2 ദിവസം കൊണ്ടോ 10 യൂണിറ്റ് വർക്ക് ചെയ്യത്തില്ലേ? 10 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ്. ഒരു ദിവസം കൊണ്ട് പി 2ഉം ക്യൂ 3ഉം ചെയ്യും, രണ്ടുപേരും കൂടെ 5 യൂണിറ്റ് വർക്ക് തീർക്കും ഒരു ദിവസം കൊണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് 10 യൂണിറ്റ് വർക്ക് ചെയ്യും. ഇനി ആര് പോയി? ഇനി ക്യൂ പോയി. അപ്പം റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്ര? മൈനസ് ചെയ്യുമ്പോൾ ടോട്ടൽ 30 ഉണ്ടായിരുന്നു, അതിൽ 10 രണ്ടുപേരും കൂടെ ചേർന്ന് തീർത്തു. അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 30 - 10 20 യൂണിറ്റ് ഉണ്ട്. ആൻഡ് ഇനി എന്താ പറയുന്നത്? പി എലോൺ കംപ്ലീറ്റഡ് ദ റിമൈനിങ് വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് വാസ് ദ ഹോൾ വർക്ക് കംപ്ലീറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി 20 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആരാ കംപ്ലീറ്റ് ചെയ്യുന്നത്? പി ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ടൈം റിക്വേർഡ് ഫോർ പി എന്ന് പറയുന്നത് എത്ര? റിമൈനിങ് വർക്ക് ബൈ പിൻ്റെ എഫിഷ്യൻസി. റിമൈനിങ് വർക്ക് 20, പിൻ്റെ എഫിഷ്യൻസി എത്ര? 2. അതായത് ഈ റിമൈനിങ് വർക്ക് തീർക്കാനായിട്ട് എത്ര? 10 ദിവസം എടുക്കും പി. അപ്പം വർക്ക് മൊത്തത്തിൽ തീരാനായിട്ട് എത്ര ദിവസം എടുക്കും? 10 + ആദ്യം ഒരു 2 ദിവസം രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ 10 + 2 ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് 12 ദിവസങ്ങളായിരിക്കും. കാരണം ചോദിച്ചേക്കുന്നത് റിമൈനിങ് വർക്ക് തീർക്കാനുള്ള സമയമല്ല, ഹോൾ വർക്ക് തീർക്കാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളത്. അപ്പം 12 ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ സെക്കൻഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്. ട്രിക്കി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിയേ, 3 ആൾക്കാരുണ്ട്, അനിൽ, ബാക്കുൽ ആൻഡ് ചാൾസ്. അപ്പോൾ നമുക്ക് ABC എന്ന് പെട്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ABC. അപ്പോൾ 1500 മീറ്റർ ആണ് റേസ്. 1500 മീറ്റർ അനിൽ ഓടാൻ നേരം എത്ര? ബാക്കുലിനെ 150 മീറ്ററിന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കുൽ ഇപ്പോഴും 150 മീറ്റർ ബിഹൈൻഡ്. അതായത് 1500 നിന്ന് 150 പോകുമ്പോൾ 1350 മീറ്റർ ഓടാനേ ബാക്കുലിന് പറ്റിയിട്ടുള്ളൂ. ഇയാൾ 1500 ഓടി തീർക്കുമ്പോൾ. ആ ടൈമിലെ ചാൾസിൻ്റെ കാര്യം അറിയത്തില്ല. പക്ഷേ ബാക്കുല് 1500 ഓടുവാണെങ്കിൽ, ഇൻ കേസ് ബാക്കുലും ചാൾസും കൂടെ ഓടുവാണെങ്കിൽ, ബാക്കുൽ ഈ ഫുൾ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ നേരം ചാൾസിനെ എത്ര ഇതിന് തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്? 75 പോയിട്ട് 1425 മീറ്ററെ ചാൾസിന് ഓടാൻ പറ്റുള്ളൂ. അതായത് ചാൾസിനെ 75 മീറ്ററിന് ബാക്കുല് പൊട്ടിച്ചു. അപ്പോൾ ഡെഫിനറ്റ്ലി സ്പീഡുള്ള ആൾ എ ആയിരിക്കും, അത് കഴിഞ്ഞ് സ്പീഡുള്ള ആൾ ബാക്കുലായിരിക്കും, പിന്നെ ചാൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നത് 75 മീറ്ററിൻ്റെ ഡിഫറൻസ്, ഇവിടെ വന്നത് 150 മീറ്ററിൻ്റെ ഡിഫറൻസ് അല്ലേ? ഞാൻ നോക്കിയേ, 1500 മീറ്റർ ഓടുമായിരുന്നെങ്കിൽ 75 മീറ്ററിന് ചാൾസിനെ പൊട്ടിച്ചേനെ. ആര്? ബാക്കുൽ. അപ്പം ബാക്കുലിൻ്റെ കേസ് പറയാൻ നേരം 1500 മീറ്റർ ഓടുമായിരുന്നെങ്കിൽ എത്ര? അയാൾ 75 മീറ്ററിന് തോൽപ്പിക്കാൻ പറ്റി. അങ്ങനെയെങ്കിൽ 1 മീറ്റർ ആയിരുന്നു റേസിൻ്റെ ലെങ്ത് എങ്കിൽ എത്ര മീറ്ററിന് ഇപ്പോൾ തോൽപ്പിച്ചേനെ? 75/1500. ഇനി ഇവർ 3 പേരും ഓടുകയെന്ന് വെക്കുക. ആദ്യം 1500 കംപ്ലീറ്റ് ചെയ്യുന്ന എ അല്ലേ അല്ലെങ്കിൽ അനിലല്ലേ? അനിൽ 1500 ഓടുമ്പോൾ ഇയാൾ എത്ര മാത്രമേ ഓടുന്നുള്ളൂ? ബാക്കുൽ 1350 മീറ്ററേ ഓടുന്നുള്ളൂ. അപ്പം 1500 മീറ്റർ ബാക്കുൽ ഓടാൻ നേരമാണ് 75 മീറ്ററിന് ചാൾസിനെ തോൽപ്പിക്കുന്നത്. പക്ഷെ അയാൾ എൻ്റെ 3 പേരും കൂടെ ഒരുമിച്ച് ഓടുമ്പോൾ ഇയാൾ റേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ 1350 മീറ്ററല്ലേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ 1 മീറ്റർ ആണ് റേസിൻ്റെ ലെങ്ത് എങ്കിൽ ബാക്കിൽ ഓടിയതെങ്കിൽ 75/1500 മീറ്ററിന് ചാൾസിനെ പൊട്ടിക്കും. അപ്പോൾ ഇയാളിപ്പോൾ 1350 മീറ്റർ ആണ് ഓടുന്നതെങ്കിൽ എത്രനാ? 75/1300 1500 ഇൻറ്റു 1350 മീറ്ററിന് പൊട്ടിക്കും. അപ്പോൾ 25 നേരം 3
2 അതായത് 135/2 67.5 മീറ്റർ. അതായത് ഈ കേസ് എന്താ പറയുന്നത്, അനിൽ 1500 ഓടിത്തീർന്നു. അപ്പം ബാക്കുൽ എത്ര 67.5 മീറ്ററിന്, അല്ലെങ്കിൽ ബാക്കുൽ എത്ര മീറ്റർ ഓടത്തുള്ളൂ, 1350 മീറ്ററേ ഓടത്തുള്ളൂ. അങ്ങനെ 1350 മീറ്റർ ബാക്കുൽ ഓടുവാണെങ്കിൽ 67.5 മീറ്ററിന് ആരെ തോപ്പിക്കും, ചാൾസിനെ ബാക്കുൽ തോപ്പിക്കും. അപ്പം നോക്കിക്കേ, 150 മീറ്റർ വ്യത്യാസമുണ്ട് ബാക്കുലും അനിലും. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 150 + 67.5 എത്ര 217.5 മീറ്ററിൻ്റെ വ്യത്യാസമായിരിക്കും വരുന്നത്. കാരണം 1370 ആണെങ്കിൽ ഇത്രയും വരും. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1500 ആവാൻ ഇനി 150 മീറ്റർ ഉണ്ട്, പ്ലസ് ഈ 67.5 മീറ്റർ ഇനി ഓടാനുള്ള 1350ൻ്റെയും കൂടെ ചേർത്തിട്ടായിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സീരീസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈൻ കോച്ചിങ്ങും ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ ഒരു മെത്തേഡ്സ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് 6 ലെവൽ അല്ലെങ്കിൽ ബേസിക് ക്ലാസ്സസ് ആയിരിക്കും. 6 ലെവൽ പ്രാക്ടീസിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ക്ലാസ്സസ് ആയിരിക്കും. എല്ലാ ടോപ്പിക്സിനെയും ക്ലാസ് എടുത്തതിന് ശേഷം ബേസിക് സർക്കിൾ എന്ന് പറയുന്ന സെഷൻ ആയിരിക്കും. നമ്മളെപ്പോഴുള്ള മെൻറ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ കാണും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ എന്ന് പറയും. അതും സൂപ്പർ ബാച്ച്, 2 മെയിൻസ് ലെവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് അത്യാവശ്യം ബേസിക് സെറ്റ് ആയെങ്കിൽ നിങ്ങളൊരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 2 സെഷനിലോട്ട് എൻട്രി ചെയ്യിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ കുറച്ചുകൂടെ ദൈർഘ്യമേറിയ സെഷനിൽ കുറച്ചുകൂടെ ടഫായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സർക്കിൾസ് ആക്കിയിട്ടായിരിക്കും ഇരുത്തുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിത്തം മൊണോട്ടോണസിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ മടുപ്പില്ലാതെ പഠിച്ചു പോകാനായിട്ട് പറ്റും. ഒപ്പം നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസും ഫർദർ ഗൈഡൻസും ഒക്കെ മെൻറ്റേഴ്സ് വഴി നടക്കുന്നതായിരിക്കും. പിന്നെ സൂപ്പർ ബാച്ചിലും ഈ സെയിം മെത്തഡോളജി ആയിരിക്കും. എസ്പെഷ്യലി ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളതായിരിക്കും മെയിൻ ഡിഫറൻസ്. ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ നമ്മൾ ഉടനെ തന്നെ ഓരോ എക്സാമിന് വേണ്ടിയുള്ള സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് ഇൻറ്റൻസ് ആയിട്ടൊരു എക്സാമിന് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് മെയിൻലി ഇത് യൂസ്ഫുൾ ആവുന്ന എക്സാം ഇല്ലെങ്കിൽ, നമുക്കൊരു എക്സാം ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻസ് ആയിട്ട് മടി പിടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ചൂട് ആ എക്സാം വരുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് സെഷനിൽ ജോയിൻ ചെയ്താൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ ആണ്. എല്ലാ PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പോൾ അവിടെ എങ്ങനെ അപ്പിയർ ചെയ്യണം, ഏത് രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഉടനെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സ്പീഡ് മോക്കിൻ്റെ ഏറ്റവും വലിയ ഉപകാരം സ്പീഡ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പ്രിലിംസിന് എക്സാം പോകുമ്പോൾ അത് പ്രിലിംസിന് ക്വാളിഫയിങ് നേച്ചറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, പെട്ടെന്ന് ഓപ്ഷൻ നോക്കുക. ആ ഒരു അപ്രോച്ചിൽ പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. നിങ്ങൾ എത്രയൊക്കെ കാര്യങ്ങൾ കണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ മോക്കിൽ ടൈം ബൗണ്ടായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അതൊരു ഹാബിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. അത് ശീലിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഹാബിറ്റിൽ നിന്ന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തലേ ദിവസം കൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു സിദ്ധിയല്ല. അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു 30 മിനിറ്റ് സ്പീഡ് മോക്കിനായിട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന എസ്പെഷ്യലി ആ ഒരു ജൂലൈന്ന് വേണ്ടിയിട്ട്. അപ്പം പറ്റുവാണെങ്കിൽ എൻ്റെ ആണെങ്കിൽ ക്വാണ്ടും അതുല്യ മിസ്സിൻ്റെ റീസണിങ്ങും ഉണ്ട്. അപ്പം അത് പറ്റുവാണെങ്കിൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്ത് സ്പീഡ് പതിയെ ഇൻക്രീസ് ചെയ്തോണം. ആദ്യം 30 സെക്കൻഡ് കൊണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ബട്ട് പതിയെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നോക്കിക്കണം. ഓക്കെ, ഓരോ ദിവസം കഴിയും തോറും ഒരു പൊടിക്കെങ്കിലും ഇപ്പോൾ ആദ്യം 1.5 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. ബട്ട് സമയം കുറച്ചുകൊണ്ട് വരാനായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ Day 3 ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.